വിശ്വാസികൾക്കും വൈദികർക്കുമായി നിരന്തരം കൽപ്പനകൾ ഇറക്കുന്നതല്ലാതെ കൽപ്പനകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ കൽപ്പനകൾ ലംഘിച്ച് സഭയെ നിരന്തരം അവഹേളിക്കുകയും വിശ്വാസികളെ ചിതറിക്കുകയും ചെയ്യുന്ന വൈദികർക്കെതിരെ യാതൊരു ശിക്ഷാ നടപടിയും എടുക്കാത്ത സഭാ നേതൃത്വത്തിൻ്റെ നിസ്സംഗതയ്ക്കും അലംഭാവത്തിനുമെതിരെ വിശ്വാസികൾ ജൂൺ 25-ന് എറണാകുളം സഭാ കേന്ദ്രത്തിന് മുന്നിൽ സമ്മേളിച്ച് പ്രതിഷേധം അറിയിച്ചു. ഏകീകൃത കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും മെത്രാപ്പൊലിത്തൻ വികാരി ജോസഫ് പാംബ്ലാനിയും ഒപ്പിട്ട് പുറത്തിറക്കിയ തട്ടിപ്പ് മാർഗരേഖയുടെ 1-ാം വാർഷിക ദിനം അതിൻ്റെ ചരമവാർഷികമായി വിലയിരുത്തിയായിരുന്നു വിശ്വാസികളുടെ ഈ പ്രതിഷേധം. സിനഡിൻ്റെയോ മാർപ്പാപ്പയുടെയോ അംഗീകാരമില്ലാതെ സമവായ മാർഗരേഖ എന്ന ഏകപക്ഷീയമായ തട്ടിപ്പ് സൂത്രം കൊണ്ട് വിശ്വാസികളെ വഞ്ചിച്ച സഭാ നേതൃത്വത്തിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം ജൂൺ 25-ന് എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിന് മുന്നിൽ. ഉദയനിധി സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്നതിനും എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമുള്ളതാണ്. ആ ദുർമാർഗ മാർഗരയുടെ 1-ാം ചരമവാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത്. ആ മീഡിയേഷനില് അദ്ദേഹം നേരിട്ട് ഹാജരായി മീഡിയേഷന്റെ മുമ്പില് വസ്തുതകൾ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം നിർബന്ധിതനായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിച്ച് ഞാൻ മെത്രാപ്പോലീത്തയുടെ വികാരിയായി നിയമിതനായപ്പോ ഈ പറഞ്ഞ സർക്കുലറുകളൊക്കെ കാലഹരണപ്പെട്ടു. ഏതു ഭരണ സംവിധാനത്തിന്റെയും തുടർച്ചയാണ് ഓരോരോ നിയമങ്ങളും. അദ്ദേഹം മീഡിയേഷനിൽ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞായറാഴ്ച നിങ്ങൾക്കൊരു ഷെഡ്യൂൾ കുർബാന തരാം. പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, കോടതി ബസിലിക്കാരുടെ കോർട്ട് സെന്ററുകളില് ഒരു കുർബാനയുള്ള പള്ളികളില് ഒന്നിടവിട്ട ദിവസങ്ങളില് ഞാൻ നിങ്ങൾക്ക് കുർബാന തരാം. ശരി വികാരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞ് കഴിയില്ല, നിങ്ങളൊരു സജഷൻ ആയിട്ട് തരാൻ. വളരെ വിധേയത്തോടെ ഞങ്ങൾ പറഞ്ഞു, വളരെ വിധേയത്തോടെ ഞങ്ങൾ പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല. ഗീബൽഷ്യൻ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നുണ തന്നെ പലവട്ടം ആവർത്തിച്ച് അതിനെ സത്യമാക്കി മാറ്റുക. കള്ളം പറയുക, ആ കള്ളം തന്നെ പിന്നെയും പിന്നെ ആവർത്തിച്ച് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുക. കത്തോലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വർഗീസ് മണവാളൻ അച്ഛനെ കുറ്റവിമുക്തനാക്കി. ആര് കുറ്റവിമുക്തനാക്കി? വത്തിക്കാൻ കുറ്റവിമുക്തനാക്കി. പ്രിയപ്പെട്ടവരെ, ഇതിലൊരു രേഖയില്ലേ? വത്തിക്കാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുകയല്ലാതെ ഒരു രേഖയുമില്ലേ? ആ ട്രിബ്യൂണലിന്റെ ജഡ്ജിയായിട്ട് ഫാദർ ജെയിംസ് പാമ്പാറയെ നിയമിച്ചു. പാമ്പാറയെ ജഡ്ജിയെ നിയമിച്ച അതേ പാംബ്ലാനിയും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും തെറ്റുകാരാണെന്ന് വരെ കണ്ടുപിടിച്ച് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. കോടതി ഉണ്ടാക്കാൻ പോലും അനുവാദം മേടിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മാർ പാംബ്ലാനി വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കോടതി ഉണ്ടാക്കിയതാണ്. എതിരായിട്ട് വരുന്നവർക്ക് ദൈവം ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന കാര്യമാണ്. അതുകൂടാണ്ട് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു ലൈവ് വീഡിയോ, അത് താങ്കളുടെ ഒരു ചേച്ചിട്ട വീഡിയോയാണ്. കാരണം പുള്ളിക്കാർക്ക് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കെതിരെ ഈ വീഡിയോ ഇട്ടാൽ എന്നെ എല്ലാവരും കടന്ന് ആക്രമിക്കും, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, എന്നാലും സാരമില്ല. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മാജിക് ഷോ കാണുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാലി ടിന്നില് മണ്ണ് നിറച്ചിട്ട് മജീഷ്യൻ കുട്ടികൾക്കെല്ലാം മൊട്ടായി വാരിക്ക് തരുന്നു. ഒരു കാലി സഞ്ചി തുറന്നു കാണിച്ചിട്ട് അതിനകത്ത് 3-4 ചപ്പിയോ ഒരു കടലാസൊക്കെ ഇട്ടിട്ട്
പ്രാവിനെ എടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതുപോലെ കുട്ടിക്കാലത്ത് കണ്ട സർക്കസും നമ്മുടെ കണ്ണ് കണ്ടിച്ചാറുണ്ട്. ആളുകൾ അവിടേക്ക് ഇവിടെ ചാടിക്കയറി മറിയുന്നു, തീ വിഴുകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ച ദിവസം. കുർബാന കണ്ടതും ചിലപ്പം കുഞ്ഞുനാളിൽ അത്ര വലിയ ഓർമ്മ കാണില്ല, പക്ഷെ കുർബാന സ്വീകരിച്ച ദിവസം ആരും മറക്കാനില്ല. അത്ര മനോഹരമായ ഒരു ഓർമ്മയാണല്ലോ അത്. പക്ഷേ കുറച്ചു കഴിഞ്ഞ് ഞാൻ മാജിക് പഠിച്ചപ്പോൾ, കുറച്ചുകൂടെ മുതിർന്ന സർക്കസ് കണ്ടപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോയി. മാജിക് എന്ന് പറഞ്ഞാൽ വിസ്മയിപ്പിച്ചതുപോലെ മാജിക് പഠിച്ചു കഴിയുമ്പോൾ മജീഷ്യന് മാജിക് ഒരു മാജിക്കേ അല്ല. കുർബാനയെ അവഹേളിക്കുന്നതിന് ഇവർക്കൊരു മടിയില്ലാത്തത് ഇതിലൊരു വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അവസാനം കുളിപ്പിച്ച് കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലാക്കി ഇവര് തന്നെ കുർബാന കൊന്ന് കുഴിച്ചു കൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ വെയിലത്തും മഴയത്തും നമ്മളെ ഇവിടെ ഇങ്ങനെ നിർത്തിച്ചിരിക്കുന്നത് അനുസരണം വ്രതമാക്കിയെടുത്ത കുറച്ചു പേരുടെ അനുസരണക്കേടാണ്. ഇപ്പൊ നമുക്കറിയാം, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ഈ അതിരൂപതയില് വിമതന്മാരായിട്ട് ആകെക്കൂടി ഉള്ളത് ഇവിടുത്തെ വിമത വൈദികർ മാത്രമേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ അതിരൂപതയിൽ ആകെ 300 വൈദികരാണ് ഇപ്പൊ ഈ ജനാഭിമുഖം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരിൽ തന്നെ ഒരു 50 പേര് മാത്രമേ ഇതുവരെ ഏകീകൃതം ചൊല്ലാതെ ഉള്ളൂ. നമ്മൾ ലിസ്റ്റ് എടുത്തതിൽ കൂടിപ്പോയാൽ ഒരു 50 പേര് മാത്രമേ തീവ്ര വിമതരായിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവരെ പേടിച്ചോ അവരുടെ സപ്പോർട്ടിന് വേണ്ടി മാത്രം ജനാഭിമുഖം തുടർന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ എല്ലാത്തിന്റെയും കാരണം ഈ വിമത വൈദികരെ മാത്രമാണ്. ഞങ്ങളുടെ വണ്ടി അവകാശം